മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഭാഷാപിതാവ് എഴുത്തച്ഛൻ്റെ ജന്മം കൊണ്ട് പാവനമായ നാട് എന്ന് തന്നെ വേണം തുഞ്ചൻ പറമ്പിനെ വിശേഷിപ്പിക്കാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന സ്ഥലം കൂടിയാണ് തുഞ്ചൻ പറമ്പ്. തുഞ്ചൻ സ്മാരകത്തിൻ്റെ പ്രവേശന കവാടമാണിത്. കേരളത്തിൻ്റെ തനത് നിർമ്മാണ രീതിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കവാടം. ഇതിൻ്റെ ഒരു ഭാഗത്തായി പുസ്തകപ്പുരയും കാണാം. എഴുത്തച്ഛൻ്റെ വീടും കളരിയും നിന്നിരുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്മാരക മണ്ഡപം പണി കഴിപ്പിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുത്തിരുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. മധ്യഭാഗത്തായി ഒരു പീഠവും കാണാം. തുഞ്ചൻ ഉത്സവത്തിന് എഴുത്താണിയും എഴുത്തോലയും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പീഠത്തിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പാരമ്പര്യ എഴുത്താശാന്മാർ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് ഈ മണ്ഡപത്തിലാണ്. വിജയദശമി നാളിൽ മാത്രമല്ല, ഏതു ദിവസവും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ ഇവിടെ വരാവുന്നതാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണല്ലോ എഴുത്തച്ഛൻ. കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളി കഥ പറയുന്ന രീതിയിലാണ് കിളിപ്പാട്ടുകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഭഗവത് കഥകൾ ഇത്തരമൊരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള കാരണം പരിശോധിക്കുമ്പോൾ പല വാദങ്ങളും കാണാനാകുന്നുണ്ട്. എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന 16-ാം നൂറ്റാണ്ടിലെ ജാതി വ്യവസ്ഥയുടെ അതിപ്രസരം തന്നെയാവാം ഇതിനു കാരണം. കിളിപ്പാട്ടിലെ കിളിയും എഴുത്താണിയും എഴുത്തോലയും പ്രതീകാത്മകമായി ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ബാലൻ താനൂരിൻ്റെ ശില്പകലയിൽ തീർത്ത ശാരിക പൈതൽ സന്ദർശകരെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്. സരസ്വതി മണ്ഡപത്തിനു മുൻപിലായാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. സരസ്വതി മണ്ഡപത്തിൽ വെച്ചാണ് വിദ്യാരംഭ നാളിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്നത്. തീർത്തും മതേതരമായ വലിയൊരു ഉത്സവം തന്നെയാണ് ഇവിടുത്തെ വിദ്യാരംഭ ചടങ്ങുകൾ. പ്രമുഖരായിട്ടുള്ള ധാരാളം ഗുരുക്കന്മാർ ആദ്യാക്ഷരം പകർന്നു നൽകാൻ അന്നിവിടെ ഉണ്ടാവാറുണ്ട്. തുഞ്ചൻ പറമ്പ് തീർത്തും ശാന്തമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരിടമാണ്. വച്ചുപിടിപ്പിച്ച ചെടികളോ വളർന്നു നിൽക്കുന്ന മരങ്ങളോ വലിയൊരു ആവാസ വ്യവസ്ഥ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എഴുത്തച്ഛൻ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന കുളമാണിത്. മുൻപ് ഇവിടെ ഒരു കുഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നതത്രേ. ഇവിടുത്തെ ഭരണസമിതിയാണ് പുതുക്കി പണിഞ്ഞ് ഇപ്പോഴുള്ള രൂപത്തിലേക്ക് മാറ്റിയത്. കുളത്തോട് ചേർന്ന് തന്നെയാണ് പ്രസിദ്ധമായ കാഞ്ഞിരമരവും തറയും ഉള്ളത്. കഴിക്കാത്ത കാഞ്ഞിരം എന്നാണ് ഈ മരം അറിയപ്പെടുന്നത്. എഴുത്തച്ഛൻ കാഞ്ഞിര ചുവട്ടിൽ ധ്യാനിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിത്വ ശക്തി കൊണ്ട് കാഞ്ഞിരത്തിൻ്റെ കയ്പ് വരെ ഇല്ലാതായി എന്നാണ് വിശ്വാസം. ഇത് കാവ്യാത്മകമായി പറയുന്നൊരു കാര്യമാണ്. കാഞ്ഞിരത്തോട് ചേർന്ന് തന്നെയാണ് കളരിയുള്ളത്. ക്ഷേത്ര മാതൃകയിലുള്ളൊരു കെട്ടിടമാണിത്. സ്മാരക മണ്ഡപം നിർമ്മിക്കുന്ന സമയത്ത് അവിടെ നിന്നും ലഭിച്ച സാധനങ്ങൾ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ ആരാധിച്ചിരുന്ന ശിലയും മറ്റും ഇതിൽ ഉൾപ്പെടുന്നു. നവരാത്രിയുടെ ഭാഗമായി പുസ്തകം പൂജയ്ക്ക് വെക്കുന്നത് ഇവിടെയാണ്. കുറച്ചു മാറി കുളപ്പുരയും ഊട്ടുപുരയും കാണാനാകും. ഇതിനടുത്തായി ഒരു മിനി ഹാളും പണി കഴിപ്പിച്ചിട്ടുണ്ട്. സ്മാരക മണ്ഡപത്തിന് പിറകിലായാണ് ഓഡിറ്റോറിയം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 1964 തുഞ്ചൻ പറമ്പിൻ്റെ വികസനം ആസൂത്രണം ചെയ്യുന്നതിനായി സർക്കാർ 12 അംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു. അതിനുശേഷമാണ് തുഞ്ചൻ പറമ്പ് അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറുന്നത്. 1993 ശ്രീ MT വാസുദേവൻ നായർ കമ്മിറ്റി ചെയർമാൻ ആവുന്നത്. ഈ ഒരു സമയം മുതലാണ് തുഞ്ചൻ പറമ്പിൽ ഇത്രയേറെ വികസനങ്ങൾ ഉണ്ടാകുന്നത്. 2001 സർക്കാർ ഈ സമിതിയെ ട്രസ്റ്റാക്കി മാറ്റുന്നത്. ഈ കാണുന്നതാണ് മലയാള സാഹിത്യ മ്യൂസിയം. കേരളീയ വാസ്തുകലയെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ നിർമ്മിതി. മലയാള ഭാഷയെയും സാഹിത്യത്തെയും അടുത്തറിയാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മ്യൂസിയം വലിയൊരു അനുഗ്രഹം തന്നെയാണ്. മാത്രമല്ല, മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്ന ഏതൊരാളും ഇവിടെ ഒരിക്കലെങ്കിലും വന്നിരിക്കണം.
മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പരിണാമം കണ്ടും കേട്ടും വായിച്ചും അറിയാൻ ഇവിടെ അവസരമൊരുക്കിയിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ലിപികളിൽ വന്ന മാറ്റം ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ്. ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള എഴുത്തോലയും എഴുത്താണിയുമാണിത്. എഴുത്തച്ഛൻ്റേത് മാത്രമല്ല, മുൻകാലങ്ങളിൽ പ്രശസ്തരായ സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ, കലാരൂപങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എന്നിവയും ഇവിടെയുണ്ട്. ഇതെല്ലാം ഇവിടെ വന്ന് ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ്. എഴുത്തച്ഛൻ്റെ പേര്, ജാതി, കൃതികൾ എന്നിവയെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രാദേശികമായി ഒരുപാട് കഥകളും കേൾക്കാനുണ്ട്. എന്നിരുന്നാലും 51 അക്ഷരങ്ങളുള്ള ആധുനിക മലയാള ഭാഷയ്ക്ക് അടിത്തറയിട്ടത് അദ്ദേഹം തന്നെയാണ്.